Praise be to God. Hallelujah. കരങ്ങളിൽ നന്നായി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. Hallelujah. Thank you, Jesus. You're worthy. You're worthy of all praise, glory and honor. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പാസ്റ്റർ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ നാം മനുഷ്യരുടെ മധ്യത്തിലേക്ക് മാത്രമല്ല, ദൈവസഭ കൂടി വരുമ്പോൾ നാം സിയോനിലേക്ക് വരുന്നു. We are coming to Zion. നമ്മൾ ആരെ കണ്ടില്ലെങ്കിലും സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന വലിയവനായ ദൈവത്തെ നാം കാണണം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നടക്കുന്ന ഒരു പ്രതലത്തിലാണ് നാം. In the presence of God. Hallelujah. You are in the presence of the miracle worker. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവന്റെ ഒരു സാന്നിധ്യത്തിലാണ്, മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്തും സംഭവിക്കും. നിങ്ങളുടെ ജീവിതങ്ങൾ, നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ ചരിത്രം മാറ്റി കുറിക്കുന്ന ഒരു ദിവസമായി. Somebody said, this is my day of a miracle, my day of a breakthrough. അന്നുകൾ തകരുന്ന ഒരു ദിവസമായി. Oh yes, praise God, praise God, praise God. പാസ്റ്റർ നമ്മളെ ഓർപ്പിച്ചതുപോലെ യഹൂദ കലണ്ടർ അനുസരിച്ച് റോഷ് ഹശാന 5786 ഒരു പുതിയ വർഷത്തിലേക്ക് സെപ്റ്റംബർ 22 നാം പ്രവേശിക്കും. We are entering into a new year. നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം, യഹൂദ കലണ്ടർ അനുസരിച്ച് സ്തോത്രം ഹല്ലേലൂയ റോഷ് ഹശാന ഹീബ്രു കലണ്ടർ, ജൂയിഷ് കലണ്ടർ, ദൈവം കൊടുത്ത് സ്തോത്രം ക്രമീകരിച്ചിരിക്കുന്ന കലണ്ടറിൽ the end of an year and the beginning of a new year. ഹല്ലേലൂയ. കാഹളങ്ങൾ നമ്മുടെ മധ്യത്തിൽ സ്തോത്രം ഹല്ലേലൂയ പാസ്റ്റർ അത് റൈസ് അപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. That means it's a beginning of a new day. Amen. ഇന്നലകളിൽ ജീവിക്കുവാൻ ഉള്ളവരല്ല നാം. യാഹ്വേ നിസി, റഫദൈം താഴ്വരയിൽ അമാലേക്ക് ശക്തികളെ നിർവീര്യമാക്കിയ ഇസ്രായേൽ മക്കൾ ഒരു വലിയ ജയം കുറിച്ച ഒരു സ്ഥലമാണ് റഫദൈം താഴ്വരയിൽ. യഹോവ നിസിയായ ദൈവത്തെ മോശ പരിചയപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഒരു യുദ്ധത്തിന്റെ ധ്വനി ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ സെപ്റ്റംബർ 21 ജയത്തിൽ നിന്ന് ജയത്തിലേക്ക്. Somebody say from victory to victory. Amen. യഹോവ നിസി നമ്മുടെ ജയക്കൊടിയായി. Praise God. നമ്മൾ മെസ്സേജുകൾ കേൾക്കുക മാത്രമല്ല, ഈ ആരാധനയുടെ മധ്യത്തിൽ ശിർച്ചാൻ നമ്മളെ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക്, കർത്താവിന്റെ മേശയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ദീസ് ആർ മീറ്റിംഗ് പോയിന്റ്സ്. നമ്മൾ വന്നു, നമ്മളൊന്ന് ആരാധിച്ചു, ചില വചനങ്ങളൊക്കെ പഠിച്ചു, കേട്ടു എന്ന് മാത്രമല്ല, യു ആർ കമ്മിങ് ഇൻ ടു എ മീറ്റിംഗ് place. നാം ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും ദൈവശക്തിയെയും അഭിഷേകത്തെയും ദൈവത്തിന്റെ അത്ഭുത ക്രിയകളെയും പ്രവൃത്തികളെയും മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അത് നമ്മൾ സാധാരണ നമ്മുടെ അനോയിന്റിംഗ് സർവീസുകൾ അല്ലെങ്കിൽ ഹീലിംഗ് ഡെലിവറൻസ് മിനിസ്ട്രികൾ, ഡെലിവറൻസ് ശുശ്രൂഷകൾ കൈവച്ച് നമ്മൾ ഇമ്പാർട്ടേഷൻ സർവീസുകളൊക്കെ ചെയ്യും. അപ്പോൾ മാത്രമല്ല, ആ സമയത്ത് അതിനുവേണ്ടി നമ്മൾ സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. പക്ഷെ ദൈവ സാന്നിധ്യത്തിൽ തന്നെ, ഈ അന്തരീക്ഷത്തിൽ തന്നെ, ഈ സ്പിരിച്വൽ ക്ലൈമറ്റിൽ തന്നെ, ആമേൻ, അഹരോന്റെ വടിയിൽ the rod of Aaron കിളുത്തതുപോലെ മോശയും കോരയും അന്ന് യഹൂദ മൂപ്പന്മാരുടെ ഇടയ്ക്കൊക്കെ ഉള്ള വിഷയങ്ങൾ വന്നപ്പോൾ വേർവിട്ട് കിടക്കുന്നതെല്ലാം, ചത്തുപോയതെല്ലാം, നിർജീവമായതെല്ലാം, നീ ഒരിക്കലും ഉയരത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്നതെല്ലാം, നീ അടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നതെല്ലാം, അസാധ്യതകളെ എല്ലാം തിരിച്ചെഴുതുന്ന ഒരു അന്തരീക്ഷമാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ആ അന്തരീക്ഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉദരങ്ങൾ തുറന്നു വരും. നിങ്ങളുടെ ഉദരങ്ങൾ തുറന്നു വരും. എല്ലാ നിലവാരത്തിലുള്ള ഭൗതികമായ, നിങ്ങളുടെ ശാരീരികമായ, ഭൗതികമായ, ആത്മീയമായ എല്ലാ ഉദരങ്ങളും ഇന്ന് കർത്താവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. Hallelujah. I release the anointing and the impartation. വലിയ ഒരു കൈമാറ്റം സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം ചലിക്കുകയാണ്. ആ സാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. അടഞ്ഞു കിടക്കുന്ന എല്ലാം തുറന്നു വരുന്ന 5786 ഒരു പുതിയ വർഷത്തിൽ, പുതിയ ആരംഭത്തിൽ അടഞ്ഞു കിടക്കുന്ന സകലതും കർത്താവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഇന്ന് വരെ നീ അടഞ്ഞിരുന്നെങ്കിൽ, നീ ഒതുങ്ങിയിരുന്നെങ്കിൽ, നീ താണിരുന്നെങ്കിൽ, നിന്നെ തല പൊക്കുവാൻ കഴിയാതെ നീ ലജ്ജിച്ചിരുന്നെങ്കിൽ, നീ നിരാശയോടെ ഇരുന്നെങ്കിൽ, ഇന്നും നിനക്ക് ഒരു ഉയർപ്പ് ദൈവം പ്രദാനം ചെയ്യുകയാണ്. നീ പരിസ്ഥിതികളെ കട്ട് ചെയ്ത് കയറുന്ന ദൈവത്തിന് ഒരു ജയാളിയായി വെളിപ്പെടാൻ പോവുകയാണ്. ഈ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു പവർ ഉണ്ട്. അടിമത്വം തകരുകയാണ്. 3 യോഹന്നാൻ 2 വാക്യം ഞാൻ റിലീസ് ചെയ്യുകയാണ്. 3 John 2 സുപരിതമായ യോഹന്നാന്റെ 3 ലേഖനം അതിന്റെ 2 വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായി. ഞാനത് ഇന്ന് പകൽക്കാലമായി ഡിക്ലെയർ ആൻഡ് ഡിക്രീ ആൻഡ് റിലീസ്. ഇത് വാക്കുകളല്ല. This is an impartation. ഇതൊരു അഭിഷേകമാണ്. This is an anointing that will change your life. പാസ്റ്റർ കൈവച്ചാൽ ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ജീവൻ ഒഴുകും. ഇന്ന് പകൽക്കാലം എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കും അതിനേക്കാൾ പവർ ഉണ്ട്. നിങ്ങൾ അതൊന്ന് വിശ്വസിച്ചാൽ, സ്വീകരിച്ചാൽ, when a word comes from an anointed man of God, it changes destinies. ദൈവം എന്നെ അധികാരപ്പെടുത്തി, അഭിഷേകപ്പെടുത്തി. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് I received this word for the people of God. നിങ്ങളുടെ ആത്മദേഹി ദേഹത്തിൽ today I want to release and declare
പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം. Beloved, I pray that you will prosper. 3 John 2, beloved, അങ്ങൾ വായിച്ചാട്ടെ. Beloved, I pray that all may go well with you. And that you may be in good health. Okay. As it goes well. KJV translation. Beloved, I pray that you will prosper. Somebody say prosper. This is not just a word. This is word with power. That will change. Beloved, above all things thou mayest prosper. There is a prospering anointing. And be in good health. Even as your soul prospers. Hallelujah. Prosperity is not a bad word. Prosper എന്ന വാക്ക് ഗ്രീക്ക് പദത്തിൽ യൗഡോ എന്ന് പറഞ്ഞൊരു വാക്കാണ്. യൗഡോ, EUODOO, യൗഡോ. അതിന്റെ അർത്ഥം it means to give you success in everything. Amen. Hallelujah. സകലത്തിലും നിങ്ങൾക്ക് ജയം നൽകുന്ന ഒരു ശക്തിയാണ് ഈ പ്രോസ്പറിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. Beloved, I pray that you will prosper. You will yudo. Today I release that yudo anointing. അതിന്റെ വേറൊരു അർത്ഥമാണ് flourish. Prosper means to succeed and to flourish. നിന്നെ എത്തിക്കേണ്ട തുറമുഖത്ത് നിന്നെ എത്തിക്കുവാൻ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അതിന്റെ നിവർത്തിയിലേക്ക് കൊണ്ടുവരുവാൻ, നിന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ അതിന്റെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുവരുവാൻ, അതിന്റെ നിവർത്തിയിലേക്ക് കൊണ്ടുവരുവാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വാക്കാണ് യുഡോ. ഇന്ന് വരെ നീ അടഞ്ഞു കിടക്കുകയായിരിക്കും. പക്ഷേ ഈ പുതിയ വർഷം റോഷ് ഹശാന 5786 ദൈവമക്കളെ, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മക്കളുടെ മേൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, പരിസ്ഥിതികളിൽ, ദേഹത്തിൽ there is a prospering anointing. നിന്നെ ഉയർത്തുന്ന, നിന്നെ അഭിവൃദ്ധിപ്പെടുത്തുന്ന, നിന്നെ ഒരു ജയാളിയാക്കി മാറ്റുന്ന, നിന്നെ ഒരു ജയ സാക്ഷിയാക്കി മാറ്റുന്ന. It's a succeeding anointing. It's a flourishing anointing. Hallelujah. ശത്രു വാദിച്ച് നീ ഉയരത്തില്ല എന്ന് പറയുമ്പോൾ, നിന്റെ പരീക്ഷയിൽ നീ പാസ്സാകത്തില്ലെന്ന് പറയുമ്പോൾ, നീ മുന്നേറത്തില്ലെന്ന് പറയുമ്പോൾ, യബ്ബേസ് കട്ട് ചെയ്ത് കളഞ്ഞതുപോലെ അവന്റെ മേൽ വന്നത് ഇവനൊരു വേദന ഉണ്ടാക്കുന്ന പുത്രനാ. ഇവന് ഗുണം പിടിക്കത്തില്ല. ശാപത്തിന്റെ വാക്കാണ് യബ്ബേസിന്റെ മേൽ. പക്ഷെ യബ്ബേസ് ദൈവത്തെ അറിഞ്ഞു. എന്റെ ദൈവം ആരാണ്? അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഉയർത്തുന്ന ദൈവമാണ്, മാനിക്കുന്ന ദൈവമാണ്. He believed in the blessing, in the prosperity of God. Hallelujah. ഈ അഭിഷേകം ചലിക്കുകയാണ്. കുടുംബങ്ങളിൽ വലിയ ഉന്നതി, വലിയ നിലവാരത്തിൽ you going to experience the prospering anointing. സങ്കീർത്തനം 34 അധ്യായം 10 വാക്യം പറയുന്നു, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശക്കുന്ന കാര്യമില്ല, പക്ഷേ ഇരകിട്ടാതെ വിശന്നാലും യഹോവയെ കാത്തിരിക്കുന്നവർക്ക്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക്, യഹോവയെ ആശ്രയിക്കുന്നവർക്ക് ഓരോ നന്മയ്ക്കും, അത് ആത്മീയമാകട്ടെ, അത് ഭൗതികമായി, അത് ആത്മദേഹത്തിൽ. It's a goodness anointing. It's a prosperity anointing. Wow. I impart that to you in the name of Jesus. നിങ്ങൾ വാലായി ഉറങ്ങി പോകുകയില്ല. ഇന്ന് ഈ കൂടാരത്തിലേക്ക്, ഈ ടെന്റിലേക്ക്, ഈ കോട്ടയിലേക്ക് നിങ്ങൾ കയറിയെങ്കിൽ നിങ്ങളുടെ ചരിത്രം മാറും, നിങ്ങളുടെ സ്ഥിതിഗതികൾ മാറും, നിങ്ങളുടെ അവസ്ഥകൾ മാറും. നീ വാലായി തുടരുകയില്ല. നിന്നെ ഒരു തലയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ Somebody believe, somebody receive, somebody give an action to your faith. യബ്ബേസ് ഒന്നുമില്ലാത്തവനായി, ശപിക്കപ്പെട്ടവനായി, വേദനയുള്ളവനായി ജനിച്ചുവെങ്കിലും അവൻ അവസാനിച്ചപ്പോൾ ഒരു പട്ടണം, യബ്ബേസിന്റെ പട്ടണം, the city of Jabez, the city of Jabez അറിയുന്ന പോലെ നമുക്കൊന്ന് കാണിക്കാം. ഹല്ലേലൂയ. നീ ഉയർന്ന്, നീ പൊങ്ങി, നീ ഉയർന്ന്, ഹല്ലേലൂയ, നീ ഫലപ്രദമായി, നീ ഫ്ലറിഷായി, നീ സക്സീഡ് ചെയ്ത്, സക്സസിന്റെ മേൽ, ജയത്തിന്റെ മേൽ ജയമാണ്. ഹല്ലേലൂയ. നിന്നെ പട്ടണം തിരിച്ചറിയുന്ന പോലെ, ദേശം തിരിച്ചറിയുന്ന പോലെ, ദേശങ്ങൾ തിരിച്ചറിയുന്ന പോലെ, രാജ്യങ്ങൾ. ഓ യെസ്. Amen, amen, amen. ഞാൻ അതിനെ അവിടെ അങ്ങ് നിർത്തുകയാണ്. ആരാധനയുടെ മധ്യത്തിൽ യുദ്ധത്തിന്റെയും ജയഘോഷത്തിന്റെയും ഒരു സൈന്യത്തെ പുറത്തെടുക്കുന്ന ഒരു ദൈവിക അഭിഷേകത്തെ പാസ്റ്റർമാർ തുറന്നുവിട്ടു. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ മുന്നേറ്റത്തെ തടയുന്ന, തകർക്കുന്ന അമാലേക്കിന്റെ ശക്തി, അമാലേക്കിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈസാവിന്റെ പരമ്പരയിൽ നിന്ന് ജനിച്ച ഒരു മകനാണ് അമാലേക്ക്. യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് താങ്ങുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയാതെ ദൈവത്തിന്റെ വഴികളിൽ നിന്നും, ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്നും മാറിപ്പോയ ഒരു വ്യക്തിത്വമാണ് ഈസാവ്, അമാലേക്ക് കുറിക്കുന്നത്. ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് എൻവി ആൻഡ് ജലസി. അമാലേക്കിന്റെ ആത്മാവ് എന്താണ്? ആ ആത്മാവിനെ കുറിച്ച് നാം പറയുമ്പോൾ സെപ്റ്റംബർ മാസം അതിന്റെ ആദ്യത്തെ ആഴ്ച യഹോവ നിസി റഫദൈം താഴ്വരയിൽ നമുക്ക് വേണ്ടി ഒരു ജയമായി, ജയകരമായി വെളിപ്പെടുന്ന ദൈവം.
നാം കേൾക്കുകയാണ്. അമാലേക്കിന്റെ ശക്തികളെ നിർവീര്യമാക്കണം. കുടുംബത്തിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ. എന്താണ് അമാലേക്കിന്റെ ആത്മാവ്? It's a spirit of envy, the spirit of jealousy that creates and brings division and strife. ദൈവജനത്തിന്റെയും ദേശത്തിലും കുടുംബത്തിലും കുടുംബങ്ങളിലും കൊണ്ടുവരുന്ന ഇടർച്ച. ആമേൻ. ആ കരം ഉയർത്തിപ്പിടിച്ച്. There is an anointing. There is a warring anointing. There is a warrior anointing. There is a lifting anointing. There is a prosperity anointing. അതുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ ആ സാന്നിധ്യവും അഭിഷേകവും അതിനെ നിവർത്തിച്ചെടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ദൂതന്മാരും സ്വർഗത്തിന്റെ ഓപ്പറേഷനുകൾ, heavens operations are happening in our midst. Amen. Hallelujah. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു ദൈവത്തിന്റെ ഒരു അരുളപ്പാടുമായിട്ടാണ്. I was interrupted with this message, with this mandate. ഇന്ന് പങ്കുവെക്കുന്നത് ദൈവത്തിന്റെ ഒരു ദൂതായി, ഒരു മാൻഡേറ്റായി, ഒരു നിയോഗമായി ദൈവമുഖം അന്വേഷിക്കുന്നതിന്റെയും ഉപസിക്കുന്നതിന്റെയും മധ്യത്തിൽ ദൈവം ഇന്ററപ്റ്റ് ചെയ്ത് നൽകിയ ഒരു ദൈവിക ദൂതാണ്. ഇതൊരു ദൂതല്ല. ദിസ് നോട്ട് ജസ്റ്റ് എ മെസ്സേജ്. ദിസ് ഇസ് എ പ്ലാൻ. ഇത് നടപ്പിലാക്കുവാൻ, ഇതിനെ ചെയ്തെടുക്കുവാൻ, ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുവാൻ ദൈവജനത്തെയും ദൈവസഭയെയും ശുശ്രൂഷമാരെയും ഒരുക്കുവാനുള്ള ഒരു ദൈവിക ദൂതും കൂടെയാണ്. അത് എത്ര പേര് എനിക്കത് പറഞ്ഞു തീർക്കുവാൻ കഴിയുമെന്ന് അറിയില്ല. We just going to get started. ഇന്നത്തെ മെസ്സേജ് ഈ സമയങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് is to raise up and establish houses of peace in every locality. സമാധാനത്തിന്റെ ഭവനങ്ങളെ എഴുന്നേൽപ്പിക്കുവാനും അതിനെ സ്ഥിരപ്പെടുത്തുവാൻ, ഉറപ്പിക്കുവാൻ ഉള്ള ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ഒരു ഡിവൈൻ സ്ട്രാറ്റജിയും ദൈവത്തിന്റെ ഒരു ഡിവൈൻ പ്ലാനുമാണ് ദൈവം നൽകിയിരിക്കുന്നത്. എല്ലാ ലൊക്കാലിറ്റിയിലും സമാധാനത്തിന്റെ ഭവനങ്ങൾ, houses of peace, raising and establishing houses of peace in every locality. Houses of peace in every ഗ്രാമപഞ്ചായത്ത്. ചെങ്ങന്നൂരിൽ 11 ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി ഉണ്ട് അല്ലേ? ആല, ചെങ്ങന്നൂർ, ചെറിയനാട്, എണ്ണക്കാട്, കുരുട്ടശ്ശേരി, മാന്നാർ, മുളക്കര, പാണ്ടനാട്, പുളിയൂര്, തിരുവണ്ടൂർ, വെൺമണി. ഞാനൊരു ബ്ലൂ പ്രിന്റ്, ഒരു മോഡലായിട്ട് ഇതങ്ങ് പറയുന്നേ ഉള്ളൂ. യേശുവിന്റെ ഊരിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു, ചെങ്ങന്നൂരിൽ ആക്കിയിരിക്കുന്നു. പക്ഷേ ഇത് ചെങ്ങന്നൂരിൽ ഒതുങ്ങി നിൽക്കുവാൻ മാത്രമല്ല, ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് ദൈവത്തിന്റെ ഒരു സ്വർഗീയ പദ്ധതിയാണ്. This is a divine strategy to raise up and establish houses of peace in every locality, in every gram panchayat, in every community, every region, every district, every state, every nation. സമാധാനത്തിന്റെ ഭവനങ്ങൾ ആഴമായ നീണ്ടു നിൽക്കുന്ന രൂപാന്തരങ്ങൾക്ക് ഉള്ളൊരു വഴിയാണ്. Houses of peace are a divine strategy for lasting community transformation. It's a divine strategy for taking our cities, നമ്മുടെ പട്ടണങ്ങളെ ദൈവത്തിനു വേണ്ടി പിടിച്ചടക്കുവാൻ, എടുക്കുവാൻ ഉള്ള ഒരു ദൈവിക പദ്ധതിയാണ്, നിയോഗമാണ്, വഴിയാണ്. ദൈവസഭയും ദൈവജനത്തെയും ഒക്കെ ദൈവരാജ്യത്തെ വർദ്ധിപ്പിക്കുവാൻ, വർധനവിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവരാജ്യത്തിന്റെ അതിർവരമ്പുകളെ വിശാലമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രയത്നിക്കുന്നു, ഉപവസിക്കുന്നു, ദൈവമുഖം അന്വേഷിക്കുന്നു. അതിനുവേണ്ടി വ്യത്യസ്തമായിട്ടുള്ള വഴികൾ ദൈവം വെച്ചിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്, ദൈവത്തിന്റെ ഒരു വഴിയാണ് സമാധാനത്തിന്റെ ഭവനങ്ങളെ. Somebody say a house of peace. എന്താണ് സമാധാനത്തിന്റെ ഭവനം? എന്താണ് ഈ സമാധാനത്തിന്റെ ഭവനങ്ങൾ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതൊരു ദൂതായി, ഒരു മെസ്സേജായി മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക പ്രാക്ടിക്കൽ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുവാൻ നമ്മെ ദൈവം വിളിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് സമാധാനത്തിന്റെ പുരുഷനെ കുറിച്ചും എങ്ങനെയാണ് ഒരു പട്ടണത്തിൽ പോകുമ്പോൾ ദൈവരാജ്യത്തെ ആ പട്ടണത്തിലേക്ക് നാം കൊണ്ടുവരേണ്ടത്, ആ പട്ടണത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ടത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Matthew chapter 9 verse 35. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശു എന്താ ചെയ്യുന്നത്? എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണത്തിലും ചുറ്റി നടന്ന് യേശു സഞ്ചരിക്കുകയാണ്. He was on the go. യേശു എന്ത് ചെയ്യായിരുന്നു? ഒരു സ്ഥലത്ത് ഇരിക്കുക മാത്രമല്ലായിരുന്നു. അതെ, 40 ദിവസം മരുഭൂമിയിൽ യേശു ഒരു നീണ്ട ഉപവാസത്തിലേക്ക് പോയി, മലമുകളിൽ പ്രാർത്ഥിക്കുവാൻ പോയി. ശിഷ്യന്മാരെ വേർതിരിച്ച് ഗിരിപ്രഭാഷണത്തിന് വേണ്ടി നീണ്ട സമയങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. But Jesus was a man with a mission on the move. സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, സ്വർഗത്തിന്റെ സംസ്കാരത്തെ, സ്വർഗത്തിന്റെ രാജ്യത്തെ, സ്വർഗത്തിന്റെ ഗവൺമെന്റിനെ, സ്വർഗത്തിന്റെ ഭരണത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-10 വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച്, ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത തന്റെ ഹൃദയത്തിന്റെ തുൾപ്പ് ഒരു പ്രാർത്ഥനയല്ല. ആവർത്തിച്ച് നിങ്ങൾ പാസ്റ്ററിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അതൊരു പ്രാർത്ഥനയല്ല,
നമ്മൾ ശിഷ്യന്മാരുടെ പ്രാർത്ഥന, ദ ലോർഡ്സ് പ്രയർ, കർത്താവിന്റെ പ്രാർത്ഥന എന്നൊക്കെ നാം പറയുന്ന that is the greatest prayer. യേശു ഭൂമിയിൽ വന്നതിന്റെ പിന്നിലുള്ള ആ മിഷനെ ക്യാപ്ചർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ഞാൻ തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രാർത്ഥന. Not just a prayer. അത് തന്റെ ഹൃദയത്തിന് തുടിപ്പ. That was the heartbeat of Jesus. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം. A son, ഒരു പുത്രൻ, പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ച് കാണിച്ച ഒരു പുത്രൻ. Our Father in heaven, hallowed and magnified be thy name. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങയുടെ രാജ്യം വരണമേ. Our Father who art in heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. നിങ്ങൾക്ക് യേശുവിനെ കാണുവാൻ കഴിയുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ he was on a divine mission. തന്റെ ജീവിതത്തിന്റെ ആ ഉദ്ദേശം, the purpose of his life and of his ministry, അതേ കാൽവരിയിലേക്ക് പോയി മനുഷ്യകുലത്തിന് വേണ്ടി താൻ പാപത്തിന്റെ യാഗമായി തീരണം. അപ്പോൾ തന്നെ ഭൂമിയിൽ നഷ്ടപ്പെട്ട ദൈവരാജ്യത്തിന്റെ ആ ജീവനും ആ ഭരണത്തെ ഭൂമിയിൽ തിരിച്ചു കൊണ്ടുവരുവാൻ, തിരിച്ചു പിടിക്കുവാൻ വന്ന ഒരു ജയാളിയാണ് യേശു. He was a warrior king. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ, എന്റെ പിതാവേ എന്നല്ല, തന്റെ യാഗത്തിലൂടെ, ക്രൂശ് മരണത്തിലൂടെ, താൻ നിവർത്തിച്ചെടുക്കുന്ന തന്റെ യാഗത്തിലൂടെ താൻ മാത്രമല്ല ഒരു സൈന്യത്തെ, ഒരു കൂട്ടത്തെ, ഒരു തലമുറയെ താൻ പുറത്തെടുക്കുകയാ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ ചിന്തിക്കുവാൻ, അങ്ങനെ പ്രയത്നിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടം. Thy kingdom come. ആ കരം ഒന്ന് ഉയർത്തി പറയാം, അങ്ങയുടെ രാജ്യം വരണം. ഹല്ലേലൂയ. യേശുവേ, എന്താണ് അങ്ങയുടെ മിഷൻ, അങ്ങയുടെ സ്വപ്നം, അങ്ങയുടെ ദർശനം? അങ്ങ് എന്തിനു വേണ്ടിയാ രാവും പകലും അധ്വാനിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, Thy kingdom come. നമ്മുടെ ആത്മീയ പിതാവായ Dad Allen, he was a man who was captured by the kingdom. Hallelujah. A man who was so captivated. പാസ്റ്ററിലും പാസ്റ്റർ സുമയിലും ഇവിടെയുള്ള ശുശ്രൂഷന്മാരിലും ഈ ദൈവസഭയിലും ഒഴുകുന്ന ഒരു ദൈവിക അഭിഷേകമാണ്, ഒരു ദൈവിക കൃപയാണ്. Thy kingdom come, thy will be done on earth as it. സ്വർഗത്തിലെ പോലെ ദൈവത്തിന്റെ ഹിതം, ഇഷ്ടം, ആഗ്രഹം, സ്വപ്നം, ഭരണം, സംസ്കാരം, ജീവിത ശൈലി അത് ഭൂമിയിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് എന്ത് ചെയ്യുക? ഒരിടത്ത് അങ്ങ് ഇരിക്കുകയല്ല. എന്ത് ചെയ്യാനാ? ഈ പന്ന പിശാച് എത്രയോ ക്രൂരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുകയല്ല, വണ്ടർ അടിച്ചു നിൽക്കുകയല്ല. He was not wondering and he was not waiting. After seasons of prayer and intimate communion and fellowship with God, ദൈവത്തോട് ആഴമായ കൂട്ടായ്മകളുടെ ശേഷം he was a warrior on the move. ഹല്ലേലൂയ. പട്ടം തോറും ഈ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ അങ്ങനെ ആക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുക. He was a man on the move with a mission. Kingdom invasion. ഒരു വാക്യത്തിൽ പറഞ്ഞാൽ എന്താണ് യേശു ചെയ്തത്? He was invading the kingdom of darkness. അന്ധകാരത്തിന്റെ രാജ്യങ്ങളെ, പൈശാചിക കോട്ടകളെ, നരകത്തിന്റെ കവാടങ്ങളെ ഇടിച്ചു കയറുന്ന, തുറന്നു കയറുന്ന, തകർച്ച കളയുന്ന. ഹല്ലേലൂയ. അതെങ്ങനെയാ കർത്താവ് ചെയ്തത്? ആ വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. കർത്താവ് എന്ത് ചെയ്തു? ഉപദേശിച്ചു. പിന്നെന്ത് ചെയ്തു? കർത്താവ് സ്തോത്രം പ്രസംഗിച്ചു. പിന്നെന്ത് ചെയ്തു? കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ദൈവരാജ്യത്തിന്റെ ശക്തിയെ പ്രദർശിപ്പിക്കുവാൻ. He taught, he preached and he demonstrated the power of the kingdom by displaying the raw power of God. He invaded the kingdom of darkness with the gospel of the kingdom of God. സമാധാനത്തിന്റെ പ്രഭുവായ, സമാധാനത്തിന്റെ പുത്രനായ യേശു എന്താ ചെയ്ത്? ഒരു ബലാത്കാരിയായി താൻ ഇടിച്ചു കയറുകയാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. I will build my church. യേശു ഈ സഭയുടെ തലയാണ്. തല എങ്ങനെയായിരിക്കുന്നു? മണവാളൻ എങ്ങനെയായിരിക്കുന്നു? മണവാട്ടി അങ്ങനെ. അപ്പൻ എങ്ങനെയായിരിക്കുന്നു? മക്കളും ആ കുടുംബവും അങ്ങനെ തന്നെ. ആമേൻ. He was invading the kingdom of darkness. നമുക്ക് കർത്താവിനെ കാണുവാൻ കഴിയുന്നു. എന്ന് തീരും ഈ ദുഃഖം, എന്ന് തീരും എന്റെ വിലാപം, എന്റെ വിഷയം, എന്റെ പ്രശ്നം എന്ന് ദുഃഖിച്ച് വേദനിച്ചിരിക്കുന്ന ഒരു യേശുവിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല. He was invading the kingdom of darkness with the kingdom of God. എല്ലാ സ്ഥലങ്ങളിലും സമാധാനത്തിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും പുറത്തെടുക്കുകയും സമാധാനത്തിന്റെ ഭവനങ്ങളെ സ്ഥാപിക്കുന്ന ഒരു ഡിവൈൻ മാൻഡേറ്റിൽ കർത്താവ് സഞ്ചരിച്ച് ശുശ്രൂഷിക്കുകയാണ്. തുടർന്ന് നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-38 വരെ വാക്യങ്ങൾ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെയും കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ഈ പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും യേശു സഞ്ചരിച്ച് നടക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിന്റെ ആ തുടിപ്പ് എന്താണ്? ഇടയനില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ യേശുവിന്റെ ഹൃദയം ഒരു ഇടയന്റെ ഹൃദയം.
വേദനിക്കുന്ന പോലെ, ദുഃഖിക്കുന്ന പോലെ തന്റെ ഹൃദയം വേദനിക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന he was filled with compassion. നഷ്ടപ്പെട്ടു പോയ ഈ ജനത്തെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ കണ്ടപ്പോൾ, പിശാചിന്റെ തടവറയിലായിരിക്കുന്ന, അന്ധകാരത്തിന്റെ രാജ്യത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യകുലത്തെ കണ്ടപ്പോൾ ഇടനില്ലാത്ത ആടുകളെ പോലെ തന്റെ ഹൃദയം വേദനിക്കുകയാണ്, കരുണ കൊണ്ട് നിറയുകയാണ്. പിന്നെ താൻ തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട്. ഈ പുതിയ വർഷത്തിൽ റോഷ് ഹശാന 5786 ദൈവത്തിന്റെ ഒരു ഡിവൈൻ ഇന്ററപ്ഷനിൽ ദൈവം എന്തോ ഇടിച്ചു കയറിയതുപോലെ ഈ ദൂത് നൽകി, അജിത് നീ ഇത് സംസാരിക്കുക, നീ ഇത് പഠിപ്പിക്കുക, നീ ഇത് നടപ്പിലാക്കുക. എക്സിക്യൂട്ടസ് ടു സീ ലാസ്റ്റിംഗ് സിറ്റി ട്രാൻസ്ഫോർമേഷൻ. നിന്റെ ഹൃദയം വ്യഗ്രത കൊള്ളുന്നു, ആഗ്രഹിക്കുന്നു, പ്രയത്നിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ജനത്തെ പുറത്തെടുക്കുവാൻ നിബദ്ധപ്പെടുന്നു. ഈ ഒരു ദൈവിക ആലോചനയായി ദൂതായി പട്ടണങ്ങളെ, സ്റ്റേറ്റുകളെ, ഭാരതത്തെ രാജ്യങ്ങളിലേക്ക് രൂപാന്തരപ്പെടുത്തുവാനുള്ള ഒരു ദൈവത്തിന്റെ ഒരു മിസ്റ്ററി ആയി, ഒരു മർമ്മമായി, ദൈവത്തിന്റെ ഒരു സ്ട്രാറ്റജിയായ ഒരു വഴിയായി ദൈവം വെളിപ്പെടുത്തിയ ഒരു ദൂതാണ്. We are a warrior church. Hallelujah. ഒരു വാരിയർ ചർച്ചാണ് നമ്മുടെ രാജാവ്. അങ്ങനെ ആയതുകൊണ്ട് നാം നോക്കി നിന്ന് വണ്ടർ അടിച്ച് എന്തുകൊണ്ട് എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ പാസ്റ്റർമാരിൽ നിങ്ങൾ കാണുവാൻ കഴിയുകയില്ല. They were invading. Jesus invaded the kingdom of darkness. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ജീസസ് തന്റെ ഹൃദയം കൊയ്ത്തും വേലക്കാരും ദൈവരാജ്യത്തെ വർദ്ധിപ്പിച്ചെടുക്കുവാൻ വ്യഗ്രത ഉള്ളുന്ന ഒരു ഹൃദയം. Jesus' heart was so passionate. ഈ പുതിയ വർഷം റോഷ് ഹശാനയിൽ ദൈവം അങ്ങനെ ഒരു അഭിഷേകത്തെ, ഒരു ഹൃദയത്തെ, ഒരു കരുണയെ, കർത്താവിന്റെ ഹൃദയത്തെ ക്യാപ്ചർ ചെയ്ത് കർത്താവ് പോകുകയാണ്. കൊയ്ത്ത് വളരെ ഉണ്ട്, നിലങ്ങൾ വിളഞ്ഞെടുക്കുക, എല്ലായിടത്തും ഓടിച്ചെല്ലുവാൻ കഴിയുകയില്ല. പക്ഷെ കർത്താവ് പോകുമ്പോൾ കുറച്ചുപേരും കൂടെ കൂട്ടി അവരെയും പരിശീലിപ്പിച്ചെടുക്കുക. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാര് ചുരുക്കമാ. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ പുറപ്പെട്ടു പോകണം. കൊയ്ത്തിന്റെ യജമാനനോട് നമുക്ക് പ്രാർത്ഥിക്കാം, വീണ്ടും ഒത്തിരി വേലക്കാരെ നമുക്ക് തരുവാൻ, ഈ കൊയ്ത്ത് കേന്ദ്രിതമായി ചിന്തിക്കുവാൻ. കൊയ്ത്തിനാൽ പിടിക്കപ്പെട്ട people who are captivated and consumed by the harvest of God. ഇത് കേവലം ഒരു മെസ്സേജ് അല്ല. നിങ്ങളുടെ ഹൃദയത്തെ, ആത്മാവ്, ദേഹത്തെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ, നിങ്ങളുടെ നിലവുകളെ ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു ദൈവിക പകർച്ചയാണ് ഇന്ന് പകൽക്കാലം നടക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് താൻ ഇറങ്ങി തിറച്ച ആ മിഷനിന്റെ ആ പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ ചലിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, കർത്താവ് ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. സമാധാനത്തിന്റെ പ്രഭുവായി, സമാധാനത്തിന്റെ പുത്രനായ യേശു നരകത്തിന്റെ കവാടത്തെ തകർത്ത്, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെ തകർത്ത് ദൈവരാജ്യത്തെ സ്ഥാപിക്കുകയാണ്. പാപത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യകുലത്തെ മാനസാന്ത്യത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും താൻ സ്വാഗതം ചെയ്യുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ലൂക്ക് chapter 9 verse 1 and 2. അവൻ 12 പേരെ അടുക്കൽ വിളിച്ചു. കർത്താവ് പോയി, കർത്താവ് ഭാരം ചുമന്നു, അതിൽ തൃപ്തനായിരുന്നില്ല. 12 അപ്പോസ്തലന്മാരെ, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് 12 അപ്പോസ്തലന്മാരെ താൻ പുറത്തെടുത്തു. നമുക്ക് വായിക്കാം എന്താ കർത്താവ് ചെയ്തത്. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത്. അവരെ അയച്ചു. ഹല്ലേലൂയ. 12 ശിഷ്യന്മാരെ ടീമിലേക്ക് താൻ ഒരുക്കിയെടുക്കുകയാണ്, നിയോഗിക്കുകയാണ്, അപ്പോയിന്റ് ചെയ്യുകയാണ്, പരിശീലിപ്പിച്ചെടുക്കുകയാണ്. അവരെ ആ ശുശ്രൂഷകൾക്ക് വേണ്ടി, ആ നിയോഗങ്ങൾക്ക് വേണ്ടി അവരെ അയക്കുകയാണ്. ആമേൻ. അത് കഴിഞ്ഞ് ലൂക്കോസിന്റെ 10-ാം അധ്യായത്തിലാണ് കർത്താവ് കുറച്ചും കൂടി ആഴമായി എങ്ങനെയാണ് നമുക്കൊരു പട്ടണത്തെ പിടിക്കുവാൻ കഴിയുന്നത്. വ്യക്തികളെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യം മാത്രമല്ല, പട്ടണങ്ങളെ രൂപാന്തരത്തിലേക്ക്, ദേശത്തെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു സമൂഹത്തെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൈവിക വെളിപ്പാടുകൾ, divine revelations and mysteries are hidden in this chapter. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. സ്തോത്രം. 12 അപ്പോസ്തലന്മാരെ കർത്താവിന് കിട്ടി, അതിൽ തൃപ്തനല്ലായിരുന്നു. അത് കഴിഞ്ഞ് 70 പേരെ, ഇല്ലേ? TPT translation നാം വായിക്കുന്നത്, after this the Lord Jesus formed 35 teams among the other disciples. Each team was 2 disciples, 70 in all, and he commissioned them to go ahead of him into every town he was about to visit. മലയാളത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി 2-2 അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. 12 അപ്പോസ്തലന്മാരോടും ഈ കാര്യം തന്നെ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാര് ചുരുക്കമാ.
70 പേരെ 35 ടീം രണ്ടുപേരായി 35 ടീം ഫോം ചെയ്ത് കർത്താവ് എന്ത് ചെയ്യുക? അവരെ വ്യത്യസ്തമായ പട്ടണങ്ങളിലേക്ക് അയക്കുകയാണ്. ആ പട്ടണത്തിലൊക്കെ യേശുവിന് സഞ്ചരിക്കണമെന്നുണ്ട്. അവിടെ എല്ലാം സ്തോത്രം ദൈവരാജ്യത്തെ സ്ഥാപിക്കണമെന്നും ദൈവരാജ്യത്തെ സ്തോത്രം ബലാത്കാരത്തോടെ അന്ധകാരത്തിന്റെ രാജ്യം പിശാച് പിടിച്ചടക്കിയിരിക്കുന്ന എല്ലാ താവളങ്ങളെയും എല്ലാ കോട്ടകളെയും എല്ലാ അധികാരങ്ങളെയും നിർവീര്യമാക്കി അവിടെയെല്ലാം ഹല്ലേലൂയ ദൈവരാജ്യത്തെ സ്ഥാപിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് കർത്താവിന്. അവിടെ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ രണ്ട് പേരെ അയക്കുകയാണ്. വീണ്ടും അവിടെ പറയുന്നത് എന്താ? കൊയ്ത്ത് വളരെയുണ്ട്. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. Hallelujah. Therefore he said unto them, the harvest truly is great. TPT translation. He released them with these instructions. The harvest is huge, but there are not enough harvesters to bring it in. Passion translation. But there are not enough harvesters to bring it in. As you go, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക എന്ന് മാത്രമല്ല, ആസ് യു ഗോ, ഞാൻ പുറപ്പെട്ടു പോകുന്നു. 12 പേരും പുറപ്പെട്ടു പോകുന്നു. 35 ടീമാക്കി നിങ്ങളും എന്ത് ചെയ്യണം? പുറപ്പെട്ടു പോകണം. പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. കൊയ്ത്ത് വളരെ ഉണ്ടല്ലോ, ഈ 35 ടീം പോരാ, ഇനിയും വീണ്ടും കൂടുതൽ ടീം വേണം. More harvesters, more workers into the harvest fields of the nation of India. Amen. Hallelujah. ഭാരതത്തിന്റെ ഹാർവെസ്റ്റ് ഫീൽഡുകളിലേക്ക് കൂടുതൽ ആൾക്കാരെ, കൂടുതൽ ഹാർവെസ്റ്റേഴ്സിനെ, കൂടുതൽ ദൈവത്തിന്റെ വേലക്കാരെ, ദൈവത്തിന് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് കർത്താവ് അവരോട് പറയുകയാണ്. ആമേൻ. നമുക്കത് വായിക്കാം പെട്ടെന്ന് 3-4 വരെയുള്ള വാക്യങ്ങൾ. യെസ്. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. I'm sending you. You may feel vulnerable as lambs going into a pack of wolves. നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയ്ക്കാണ്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷവുമായി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കടിച്ചു കീറി തിന്നുവാൻ നിൽക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ട്. നിങ്ങൾ നിസ്സഹായരായി നിങ്ങൾക്ക് തോന്നാം, പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കണ്ട. You may feel vulnerable, but you go. നിങ്ങൾ പോകുക. യെസ്. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. സഞ്ചിയും പൊക്കണവും ചെരുപ്പ് എന്താ ഉദ്ദേശിക്കുന്ന കർത്താവ്? You won't need to take anything with you. Trust in God alone. നിങ്ങൾ വിഷമിക്കണ്ട, ഞാനാ നിങ്ങളെ അയക്കുന്നത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത്. അതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്? Don't get distracted from my purpose by anyone you might meet along the way. നിങ്ങൾ വഴിയിൽ പോകുമ്പോൾ വാ നമുക്കൊരു ചായ കുടിച്ചേക്കാം, വാ ഒരു പിക്ചറിന് പോയേക്കാം, വാ അവിടെ നല്ലൊരു കളി നടക്കുന്നു, അങ്ങോട്ടും. ഹല്ലേലൂയ. വന്ദനം ചെയ്യരുത് എന്ന അർത്ഥം ലിറ്ററൽ ആയിട്ടല്ല. അതിന്റെ അർത്ഥം എന്താ? ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്ന എന്റെ ഉദ്ദേശത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്ത് വ്യതിചലിച്ചു പോകരുത്. വന്ദനം ചെയ്യരുത് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രീറ്റ് ചെയ്യരുത് എന്നാണോ? അല്ല. അതിന്റെ അർത്ഥം എന്താ? എന്റെ പദ്ധതികളിൽ നിന്ന്, ഉദ്ദേശങ്ങളിൽ നിന്ന്, എന്റെ ആ മാൻഡേറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? വ്യതിചലിച്ചു പോകരുത്. നിങ്ങൾ വിഷമിക്കണ്ട, പൈസ എടുക്കണ്ട, പൊക്കണം എടുക്കണ്ട, ഇതൊന്നും എടുക്കണ്ട എന്നാണോ അതിന്റെ അർത്ഥം? ലിറ്ററൽ അർത്ഥം അല്ല. നിങ്ങൾ വിഷമിക്കണ്ട. അയ്യോ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തുള്ളൂ, അന്ന് ആദ്യം പൈസ വരട്ടെ, ഹല്ലേലൂയ, പിന്നെ നമുക്ക് സുവിശേഷ വേലയ്ക്ക്, ദൈവവേലയ്ക്ക്, ദൈവഭരണത്തിൽ പണിക്ക് പൈസ വേണം. പക്ഷേ കർത്താവ് പറയാ, നിങ്ങൾ അത് കാത്ത് അത് വന്നിട്ട് നീ വേല ചെയ്യാം. കൊയ്ത്ത് വളരെയുണ്ട്, നിങ്ങൾ പോക. നിങ്ങൾ എന്നെ ആശ്രയിച്ച് കാലെടുത്ത് വെക്ക്, വിശ്വാസത്തിന്റെ പണികൾ എടുത്ത് വെക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന് ഞാൻ നിങ്ങളെ ഐശ്വര്യമായി. ഇത് നിങ്ങളുടെ മിഷനല്ല, ഇത് എന്റെ മിഷനാണ്. എനിക്ക് മാത്രം ചെയ്തെടുക്കുവാൻ കഴിയുന്ന ഒരു മിഷൻ അല്ല. ഞാൻ നിങ്ങളെയും കൂടെ ആശ്രയിച്ച് ആ ടീമിൽ എന്റെ പങ്കാളികളാക്കി നിങ്ങളെ കൂടെ കൂട്ടുവാൻ. God wants a divine partnership. ഒരു ദൈവിക ഒരു പാർട്ട്ണർഷിപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. അത് കഴിഞ്ഞ് കർത്താവ് സ്തോത്രം ഹല്ലേലൂയ. ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ സമാധാനത്തിന്റെ പുരുഷന്മാർ, സമാധാനത്തിന്റെ പുത്രൻ പുത്രി, a man of peace, a daughter of peace, തത്വങ്ങളിലേക്ക് അവർക്ക് ചില വെളിപ്പാടുകൾ പകരുകയാണ്, നിർദ്ദേശങ്ങൾ. 5 divine steps, instructions how to take the kingdom. ദൈവരാജ്യത്തെ ഒരു പട്ടണത്തിലേക്ക്, ഒരു സമൂഹത്തിലേക്ക്, ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള 5 നിർദ്ദേശങ്ങളാണ് ബാക്കിയുള്ള വാക്യങ്ങളിൽ അവിടെ കർത്താവ് നിരത്തുന്നത്. ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം, അതൊന്ന് തിരിച്ചറിയാം. എന്താ കർത്താവ് പറയുന്നത്? നിങ്ങൾ ഒരു ഭവനത്തിൽ ചെന്നാൽ, ഒരു ഭവനത്തിൽ ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറവീൻ. ഹല്ലേലൂയ. a divine strategy. ഞാൻ അതൊന്ന് വർണ്ണിക്കാം. വർണ്ണിച്ചു കഴിഞ്ഞ് നമുക്ക് ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 5 instructions, 5 steps to reaching a lost community, to bring a lasting transformative community. First step ആണ്, ഒരു ഭവനത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ, കുറച്ച് കഴിഞ്ഞ് താഴെ നമുക്ക് പറയാം, ഒരു പട്ടണത്തിലേക്ക്, ഒരു പുതിയ പട്ടണത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഷലോം, റിലീസ് പീസ്, സമാധാനത്തെ ആ വ്യക്തിയുടെ മേൽ, ആ ഭവനത്തിന്റെ മേൽ, ആ കുടുംബത്തിന്റെ മേൽ, ആ സമൂഹത്തിന്റെ മേൽ, നിങ്ങൾ പാർക്കുന്ന ആ ചുറ്റുപാടുകളിൽ റിലീസ് ദ ബ്ലെസ്സിംഗ് ഓഫ് പീസ്. ഷലോം. ഇതിന്റെ ആഴത്തിലേക്ക് നമുക്ക് പതുക്കെ പോകാം.
എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ചെന്ന് ഇത് എത്ര മോശമായ സ്ഥലമാണ്, എത്ര മോശമായ വ്യക്തിയാണ്. ഡോണ്ട് ബിക്കം ജഡ്ജ്മെന്റൽ ആൻഡ് ക്രിട്ടിക്കൽ. അതെല്ലാം യാഥാർത്ഥ്യങ്ങളായിരിക്കാം. ആ പട്ടണത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ, ആ വ്യക്തിയിൽ, ആ ദേശത്തുള്ള വിഷയങ്ങൾ ഭയങ്കരമായിരിക്കാം. പക്ഷെ കർത്താവ് പറയുകയാണ്, അന്ധകാരത്തിന്റെ രാജ്യത്തെ തകർക്കുവാൻ, അവിടെ ദൈവരാജ്യത്തെ സ്ഥാപിക്കുവാൻ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. യു ആർ ബ്രിങ്ങിങ് മൈ കിങ്ഡം. എന്റെ രാജ്യത്തെ കൊണ്ടുവരിക. അതുകൊണ്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? എല്ലാ ശാപത്തിന്റെ മീതെയും, എല്ലാ വെറുപ്പിന്റെ മീതെയും, എല്ലാ അഹങ്കാരത്തിന്റെ മീതെയും, എല്ലാ പൈശാചിക വാഴ്ചകളുടെ മീതെയും, ഇടർച്ചകളുടെ മീതെയും, തകർച്ചകളുടെ മീതെയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവിക സമാധാനത്തെ തുറന്നു വിടുക. റിലീസ് my blessing, release the blessing of peace. Shalom. യഹൂദന്മാർ നമുക്കറിയാം, ആ പാരമ്പര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ എന്ത് പറയും? ഷലോം എന്ന് പറഞ്ഞേ. ഷലോം, ഷലോം, ഹല്ലേലൂയ, ഷലോം. അവരങ്ങോട്ടും ഇങ്ങോട്ടും വന്ദനം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കർത്താവിലെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ കണ്ടപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ചപ്പോൾ കർത്താവ് സമാധാനത്തെ, ഷലോം, തുറന്നു വിടുകയാണ്. ഹല്ലേലൂയ, ആമേൻ. പെട്ടെന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം. യെസ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം. 21-ാമത്തെ വാക്യവും peace be with you, peace be unto you. യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുക? he was releasing. ഭയത്തിലാണ്, പേടിച്ചിരിക്കുകയാണ്. മിഷനും എല്ലാം നഷ്ടപ്പെട്ട് ഒളിഞ്ഞ് മുറിയിൽ സംശയിച്ച് അവിശ്വാസത്തിൽ ഈ പഴയ പണിക്ക് പോയാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ തന്റെ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് he was releasing the peace. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. Peace I leave with you, my peace I give unto you, not as the world giveth, give I unto you. Let not your heart be troubled, neither let it be afraid. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ദൈവിക സമാധാനം, യാഹ്വേ ഷലോം. ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ മധ്യത്തിലേക്ക് ദൈവം തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ സമാധാനത്തിന്റെ പുത്രന്മാരെ, പുത്രിമാരെ, സമാധാനത്തിന്റെ ഭവനത്തെ അവരെ പുറത്തെടുക്കുവാൻ, hallelujah, to raise and establish sons and daughters of peace and the houses of peace in every locality. Hallelujah, hallelujah. Peace I live with you. Hallelujah. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്നത് പോലെയല്ല. ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോ. അതുകൊണ്ട് നിങ്ങൾ കലങ്ങി പോകരുത്, ഭ്രമിക്കുകയുമരുത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. യെസ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു ഭവനത്തിലേക്ക് പോകുമ്പോൾ, ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ, ആ പട്ടണത്തിൽ സ്തോത്രം ഒരു അന്തരീക്ഷമുണ്ട്. There is a climate in that place. ഒരു ആത്മീയ അന്തരീക്ഷമുണ്ട്. അന്ധകാരത്തിന്റെ രാജ്യം സ്ഥാപിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ആ സ്പിരിച്വൽ ക്ലൈമറ്റ്, ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. If you want to change and transform that neighborhood, that city, that town, that place, by releasing my peace. Hallelujah. Peace എന്ന് പറയുമ്പോൾ സമാധാനം, വഴക്കില്ലാത്ത, അല്ലെ, കലഹമില്ലാത്ത, ഇടർച്ചയില്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലുകടിയും കടിച്ചു കീറുന്ന, അല്ലെ. പക്ഷേ ദൈവവചനത്തിൽ എബ്രായ ഭാഷയിൽ സമാധാനം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഷാലോം എന്ന് പറയുമ്പോൾ, എബ്രായ ഭാഷയിൽ ഷാലോം, പീസ് എന്ന് പറയുമ്പോൾ അതിന് ആഴമായ അർത്ഥമുണ്ട്. ദാറ്റ് മീൻസ് പീസ്. ഷാലോം ഇൻ ഹീബ്രു മീൻസ് ദൈവത്തിന്റെ വെൽനെസ്, ഹോൾനെസ്, ഫുൾനെസ്, നിറവ്. ഷലോം എന്ന് പറയുമ്പോൾ സമാധാനം എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ നിറവ്, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ അഭിവൃദ്ധി, ഒന്നും ഒടിയാത്ത, ഒന്നും ചതയാത്ത, ഒന്നും വേർവിട്ട് കിടക്കാത്ത അങ്ങനെയുള്ള ഒരു അവസ്ഥ. Nothing broken, nothing out of place, completely complete and perfectly perfect. Shalom, perfectly perfect and completely complete. Tranquil, quiet, yes. Wholeness, completeness, harmony. Somebody say harmony. Harmony. അപ്പോൾ നിങ്ങൾ ഷലോം റിലീസ്. അതുകൊണ്ടാണ് അഹരോനോട് ദൈവം മോശയിലൂടെ കൽപ്പിച്ച് ഇസ്രായേൽ മക്കളുടെ മേൽ എന്ത് ചെയ്യണം? നീ അവരുടെ മേൽ അനുഗ്രഹത്തെ റിലീസ് ചെയ്യണം. ജനത്തെ എല്ലാം പിടിച്ചു നിർത്തി എന്താ നമ്മൾ സാധാരണ God bless you, God bless you, hallelujah എന്ന് പറയുമ്പോൾ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും അർത്ഥമാക്കുന്നില്ല. പക്ഷേ അത് ദൈവത്തിന്റെ വഴിയാണ്. You can change the spiritual climate and atmosphere by releasing peace and shalom. അപ്പോൾ അന്ധകാരം വാണിരിക്കുന്ന സ്ഥലങ്ങളിൽ, ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ഭവനങ്ങളിൽ, സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ ദൈവത്തിന്റെ ഒരു രാജകീയ പുരോഹിതനായി നിങ്ങൾ ആദ്യം തുടങ്ങുന്നത് ആത്മമണ്ഡലത്തിന്റെ മേൽ നിങ്ങൾ അധികാരം ഏറ്റെടുക്കുക. You are taking over the heavenly atmosphere of that place. സുവിശേഷത്തിന്റെ സത്യവചനത്തെ കോട്ടിക്കളയുന്ന, ക്രിസ്തുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ഈ തേജസ്സേറിയ സുവിശേഷം
അവിശ്വാസികൾക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയാതെ, അവർ കാണുവാൻ കഴിയാതെ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് എന്ത് ചെയ്യുക? മൂടിയിട്ടിരിക്കുക. There are blinders over people's eyes. ദൈവത്തിന്റെ നന്മകളെ, ദൈവത്തിന്റെ പ്രവൃത്തികളെ, സുവിശേഷത്തിന്റെ ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ അവിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്ന, ദൈവത്തിന് വിരോധമായി ചിന്തിക്കുന്ന, ഈ സത്യ സുവിശേഷത്തിന് വിരോധമായി ചിന്തിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. When you release shalom, when you release the blessing, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ജീവനെ തുറന്നു വിടുക. ആ കരം ഉയർത്തി നമുക്ക് അങ്ങനെ പറയാം. We release the shalom, the wholeness, the completeness, the harmony, the tranquility, the well-being, the prosperity, the fullness, the restoration, the contentment with nothing broken, nothing out of place. ഒന്ന് പറഞ്ഞേ shalom, Shalom. shalom, Shalom. Yahweh shalom. Shalom. ഈ സമാധാനത്തിന്റെ പ്രഭുവായ ഈ യാഹ്വയ്ക്ക് ആ ഒരു പേരുണ്ടെന്ന് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മോശെ ദൈവത്തെ യാഹ്വേ നിസി എന്ന് വിളിച്ചപ്പോൾ 7 വർഷം ക്രൂരമായ മിദ്യാനിയ പൈശാചിക ശക്തികളുടെ ഇരയായി തീർന്ന ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ദൂതൻ വീണ്ടും ജനം വിഷമിച്ച് ഈ പീഡനം സഹിക്കാതെ, പൈശാചിക അടിമത്തം സഹിക്കാതെ ദൈവജനം വീണ്ടും കരഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ടു. There was an angel of God. ദൈവത്തിന്റെ ദൂതൻ, ഹല്ലേലൂയ, ഒരു സമാധാന പുരുഷനെ അന്വേഷിച്ചു വരികയാണ്. Can I find a man of peace with whom I can partner? എനിക്കൊന്ന് പാർട്ട്ണർ ചെയ്യുവാൻ, എന്റെ പദ്ധതികളെ ഇസ്രായേൽ മക്കളുടെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ എനിക്കൊരു സമാധാന പുത്രനെ കാണുമോ? ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഗിദെയോനെ ഈ ദൈവത്തിന്റെ ദൂതൻ കണ്ടെത്തുകയാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. Judges chapter 6 and verse 11. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഒഫ്രയിൽ അബിയസ്യനായ യോവേശിന്റെ കരുവേലത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം, യഹോവ നിന്നോട് കൂടെയുണ്ട്. 23-ാമത്തെ വാക്യം, സ്തോത്രം. ഒരു ഗിദെയോന് സമാധാനത്തിന്റെ പുത്രനെ പുറത്തെടുക്കുകയാണ്. ഒരു സമാധാനത്തിന്റെ ഭവനത്തെ ഇസ്രായേൽ കുടുംബത്തിൽ, ഇസ്രായേൽ ഗോത്രത്തിൽ പുറത്തെടുക്കുകയാണ്, സ്ഥാപിക്കുകയാണ്, അതിനെ അഭിഷേകം ചെയ്യുകയാണ്, അതിനെ ഉറപ്പിക്കുകയാണ്. യെസ്, യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ഞാൻ ഒരു ദൂതനെ കണ്ടല്ലോ, അയ്യോ ഞാൻ മരിച്ചു പോകും എന്ന് 22-ാം വാക്യത്തിൽ ഗിദെയോൻ പറയുമ്പോൾ ദൈവം പറയുക, നീ ഭയപ്പെടേണ്ട, സ്തോത്രം, നിനക്ക് സമാധാനം, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. യെസ്, ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. ഒരു ഓൾട്ടർ, ഒരു യാഗപീഠം പണിയുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ ഒരു ഇൻവിറ്റേഷനും ഉണ്ട്, ഒരു ആഹ്വാനമാണ്. നമ്മൾ കർത്താവിനെ വിശ്വസിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. പക്ഷെ നീ ഒരു സമാധാനത്തിന്റെ പുത്രനാണോ? നീ ഒരു സമാധാനത്തിന്റെ പുത്രിയാണോ? നിന്റെ ഭവനം ഒരു സമാധാനത്തിന്റെ ഭവനമായി തീർന്നോ? അങ്ങനെ ഒരു ഭവനമായി, ഒരു പുരുഷനായി, ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി തീരുവാൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു വലിയ ആഹ്വാനമുണ്ട്. അങ്ങനെ ഒരു കുടുംബമാണെങ്കിൽ, അങ്ങനെ സമാധാനത്തിന്റെ ഭവനത്തെ പണിഞ്ഞെടുക്കുവാനുള്ള ഒരു ദൈവീക മാൻഡേറ്റ് ആണ്, ഒരു ദൈവീക ദൂതാണ് ദൈവം കൈമാറിയത്. എന്താണ് സമൂഹം മാറാത്തത്? എന്താണ് മക്കൾ മാറാത്തത്? എന്താണ് നമ്മുടെ ചുറ്റുപാടുകളിൽ രൂപാന്തരം വരാത്തത്? സമാധാനത്തിന്റെ ഭവനങ്ങൾ പണിയപ്പെട്ടിട്ടില്ല, സമാധാനത്തിന്റെ ഭവനങ്ങൾ ഉയർന്നിട്ടില്ല. അതിനെ പണിയുവാൻ, അതിനെ ഉയർത്തുവാൻ we have a call from God. Hallelujah. Houses of peace in every locality. Amen. അപ്പോൾ ഇവിടെ സമാധാനം, നിനക്ക് നന്മ ഉണ്ടാകട്ടെ. ക്രൂരമായ പൈശാചിക മിദ്യാനിയ ശക്തികളുടെ പൈശാചിക അടിമത്തത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ ഗിദെയോനെ എനിക്ക് നിന്നെ ഉപയോഗിക്കാം. One man, one family, one community, group of families, houses of peace. മിദ്യാനിയ ശക്തികളെ നിർവീര്യമാക്കി 40 വർഷം ഇസ്രായേൽ മക്കൾക്ക് സമാധാനം അനുഭവിക്കുവാൻ, മിദ്യാനിയ ശക്തികളുടെ ആക്രമണം ഇല്ലാതെ ഇസ്രായേൽ ജനം സ്വർണ്ണ ഹല്ലേലൂയ വർഷങ്ങൾ അനുഭവിച്ചതുപോലെ it was golden ages for Israel with no attacks, 40 years of peace and prosperity because there was one man of peace. ഈ ദൈവസഭയിൽ എത്രയോ സമാധാനത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ, യാഹ്വേ ഷലോം എന്ന് പറഞ്ഞ് ഒരു യാഗപീഠം പണിയുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം പറയുക, അന്ന് രാത്രി, അടുത്ത വാക്യം, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു നിയമപ്രകാരം ഒരു യാഗപീഠം പണിത്. ഈ ദൂതുകൾ വരുമ്പോൾ
നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. യശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആ ഗവൺമെന്റ് ആധിപത്യം ഭരണം അവന്റെ തോളിലാണ്. അവൻ അത്ഭുത മന്ത്രി, അത്ഭുത മന്ത്രിയാണ് അവൻ. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് സമാധാനത്തിന്റെ പ്രഭു. He is the Prince of Peace, the King of Peace, the God of Peace. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം. പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ റോമ സഭാ മക്കളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പൈശാചിക ശക്തികൾ, പൈശാചിക കോട്ടകൾ, ആധിപത്യങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ നേരെ തുറന്നുവിട്ടിരിക്കുന്ന പീഡനങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ സമാധാനത്തിന്റെ യാഗപീഠങ്ങൾ പണിതെടുത്താൽ പിന്നെന്താ സംഭവിക്കുന്നത്? സമാധാനത്തിന്റെ ദൈവമോ, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ, വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയും. ആമേൻ. യാഹ്വേ ഷലോം എന്ന് പറയുമ്പോൾ സമാധാനത്തിന്റെ ദൈവമാണ്. പക്ഷേ ഈ സമാധാനത്തിന്റെ ദൈവമാരാണ്? ഒരു പരാക്രമശാലിയാണ്, ഒരു ശൂരവീരനാണ്. He is the King of glory. ഹല്ലേലൂയ. 24-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഈ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാണ്? അവൻ യുദ്ധവീരനായ ദൈവമാണ്. സമാധാനത്തിന്റെ ദൈവം എന്ത് ചെയ്യും? വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ. ഹല്ലേലൂയ. സമാധാനത്തിന്റെ യാഗപീഠങ്ങളെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പണിതെടുത്ത് സമാധാനത്തിന്റെ ഭവനത്തെ നാം ഉയർത്തുകയാണ്. എന്താ സംഭവിക്കുന്നത്? സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ, നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, മുഖങ്ങൾ, പൈശാചിക ആക്രമണങ്ങളെ നിങ്ങളുടെ കാൽക്കീഴിൽ അതിനെ ചവിട്ടി അതിന്റെ ശക്തികളെ നിർവീര്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവ പ്രവൃത്തിയുടെ സീസണാണ്. ചോദ്യം, ഗിദെയോനെ, ആ അശേര ബിംബങ്ങളെയും അവിടെ നിൽക്കുന്ന ബാൽ വിഗ്രഹങ്ങളെയും ആ ആൾട്ടറുകളെയെല്ലാം നീ കട്ട് ചെയ്യാൻ നീ റെഡിയാണോ? നീ റിസ്ക് എടുക്കാൻ തയ്യാറാണോ? സമാധാനത്തിന്റെ ദൈവമായ യാഹ്വേ ഷലോം എന്ന് നിന്നോട് വെളിപ്പെട്ട ദൈവത്തോട് നീ ഒന്ന് പങ്കുചേരുമോ? ഒരു പങ്കാളിത്വം വഹിക്കുമോ? യഹോവയുടെ യാഗപീഠം, ഒരു സമാധാനത്തിന്റെ യാഗപീഠത്തെ, ഒരു യാഗപീഠത്തെ യഹോവ ഷലോം ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിമകളെയും കാണിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വഴക്കിന്റെയും കലഹത്തിന്റെയും പൈശാചികമായ എല്ലാ ദുർപ്രവൃത്തികളുടെയും ദുഷ്പ്രവൃത്തികളുടെയും യാഗപീഠങ്ങളെ, എല്ലാ സ്വയത്തിന്റെയും ജഡികമായ ജഡത്തിന്റെയും യാഗപീഠങ്ങളെ ഒന്ന് തകർത്ത് കളയുവാൻ, സമാധാനത്തിന് ദൈവത്തിന് നമ്മളിൽ ഒന്ന് ഉയരുവാൻ. ഹല്ലേലൂയ. ഗിദെയോൻ അത് കേട്ടു, അതെല്ലാം തകർത്തു കളഞ്ഞു. തന്റെ ജീവിതത്തിൽ, തന്റെ ആ സമൂഹത്തിൽ, തന്റെ കുടുംബത്തിൽ, ഇസ്രായേൽ മക്കൾക്ക് തന്റെ റേഞ്ചിൽ വരുന്ന എല്ലാ പൈശാചികമായ ദൈവത്തിന് വെറുപ്പായിരിക്കുന്ന എല്ലാ വാഗ്വാദങ്ങളും, പൈശാചികന് ആധിപത്യം കൊടുക്കുന്ന, ഗ്രിപ്പ് കൊടുക്കുന്ന, വാതിൽ തുറന്നു കൊടുക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ജഡികമായ എല്ലാ പാപ സ്വഭാവങ്ങളും, എല്ലാ പൈശാചിക ഓൾട്ടറുകളെ തകർത്ത് സമാധാനത്തിന്റെ ദൈവത്തിന്റെ ആ ഭരണത്തിന് കീഴിൽ നീ ഒന്ന് വരുമോ? നീ സമാധാനത്തിന്റെ പുത്രനായി തീരുമോ? നീ സമാധാനത്തിന്റെ പുത്രിയായി തീരുമോ? നിന്റെ ഭവനം സമാധാനത്തിന്റെ ഒരു യാഗപീഠമായ ഒരു ഭവനമായി ഈ പട്ടണത്തിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് വാഴുവാൻ അനുവാദം കൊടുക്കുമോ? ആ കാര്യം ഒന്ന് ഉയർത്തി പറയാം. യാഹ്വേ ഷലോം, സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം. നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ യെസ്.